ചോലാന്ന് പേരായി. നീരാടുന്ന ഭയങ്കര സംഭവങ്ങളല്ലേ. നിങ്ങൾക്ക് എവിടെയും കിട്ടൂല, എവിടെയും കിട്ടില്ല. അത് പറഞ്ഞേ. ഭഗവതി നീരാടുന്ന സ്ഥലം, അതായത് കക്കുന്നത്ത് ഭഗവതി നീരാടുന്ന ചോല എന്നാണ്. ചെറിയായിരുന്നു പൂർവ്വകാലത്ത്. ഇപ്പോൾ അത് നാണ്. ഇപ്പം ഇവിടെ മരങ്ങൾ തഴച്ച് വളർന്ന് ഇതിലേതാണ്ട് 750 വർഷം പഴക്കമുള്ള നീർമാതളം എന്നുള്ള മരമുണ്ട്. പിന്നെ ജലസ്രോതസ്സാണ് ഈ സ്ഥലം. അതായത് ഇത് ചെറിയായിരുന്നു പൂർവ്വകാലത്തുള്ള, മുന്നേ പറഞ്ഞിരുന്നു. ഈ മാർച്ച് ഏപ്രിൽ മാസമാണ് ഇതിൽ ഏതാണ്ട് വെള്ളം താഴ്ന്നിട്ട് കാണും. എന്നാലും അടിയിൽ വെള്ളമായിരിക്കും. ഒരു കാലത്തും ഇവിടെ വെള്ളം പറ്റില്ല. ഇന്ന് അങ്ങോട്ടുള്ള ദേശത്തേക്കുള്ള നീരൊഴുക്ക് തികച്ചും ഈ ചോല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. അത്രയും ജലസ്രോതസ്സുള്ളതും അപൂർവങ്ങളായ ഈ ഔഷധ സസ്യങ്ങളും മരങ്ങളും ഒക്കെയുള്ള ഒരു എന്നാണ് പറയേണ്ടത്, അത്രയും പരിശുദ്ധമായ ഒരു സ്ഥലമാണ്. കാരണം വേറെ പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു സാധനങ്ങളും ഇവിടെ വന്ന് നിക്ഷേപിക്കുന്നില്ല. ജനങ്ങൾ, നാട്ടുകാരൊക്കെ ഇത് കാത്ത് സംരക്ഷിക്കുന്നുണ്ട്. ക്ഷേത്രക്കാരായ ഞങ്ങളും ഇത് വളരെയേറെ ഇതായിട്ട് പരിപാലിച്ച് പോരുന്നുണ്ട്. അത്രയും ഏറെ കൗതുകമുള്ളൊരു ഇതാണ്. ഇത് നിങ്ങൾക്കും ഒരു അനുഭവമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്തരങ്ങളിൽ പ്രായങ്ങളുള്ള മരങ്ങൾ, ആ വള്ളി എന്തായാലും 1000 വർഷം പഴക്കം ആ വള്ളിക്കുണ്ട്. അത്രയും വയസ്സാകും വള്ളി. അത്ര വണ്ണമാണെങ്കിൽ ഇതിൻ്റെ ഗവേഷകർ വന്ന് പറഞ്ഞു വെച്ചാൽ 1000 വർഷം വേണ്ടി വരുന്നതാണ്. അത്രയും പഴക്കങ്ങളുള്ള സ്ഥലമാണ് ഇത്. അപൂർവമായ ഇതാണ് ഈ മരം എന്ന് പറയുന്നത്. ഇവിടെ എവിടെയും അങ്ങനെ കണ്ടു കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം ജലത്തിൻ്റെ അടുത്ത്, ജലത്തിൽ വളരുന്ന സസ്യമായിട്ടാണ് ഇത് നമ്മൾ അറിയപ്പെടുന്നത്, മരമായിട്ടാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് 750 വർഷം ഈ മരമുത്തശ്ശിക്ക് പ്രായമുണ്ട്. അപ്പോൾ ഇതിൽ 2-3 മരങ്ങളുണ്ടായിരുന്നു. പ്രായം കൊണ്ട് 2 നശിച്ചു പോയി, വീണ് ഇതായിപ്പോയിരുന്നു. ഇപ്പോൾ ഉള്ളത് ഏക മരം ഈ നീർമാതളം ഇതാണ്. ഇതേ ഒരു മരം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് കിഴക്കേ കവാടത്തിൽ ഇപ്പം വളർന്നു വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിന് ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ വന്ന് ഇത് സംരക്ഷിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമായ സംരക്ഷണ വേലി നിർമ്മിക്കണം ഒന്നുകൂടി ക്ഷേത്രം ഭാരവാഹികളായ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും വരില്ല. വിട്ടാട്ട് കാണും. ഞാൻ വരും, ഞാൻ തന്നെയാണെങ്കിലും